നമസ്കാരം. PS Tricks-ന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് IT ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് PS ഇതുവരെ ചോദിച്ച ചോദ്യങ്ങൾ നമുക്കൊന്ന് സ്പീഡിൽ ഒന്ന് ചർച്ച ചെയ്യാം കേട്ടോ. എന്താണ് ഇനി LDC നിങ്ങളുടെ വാതിൽ വന്ന് നിൽക്കുകയാണ്. അപ്പം ഇനി IT ഇൻഫർമേഷൻ ടെക്നോളജി കൃത്യമായിട്ട് അല്ലെങ്കിൽ സിലബസ് ബേസ് പഠിക്കാനുള്ള സമയമൊന്നും നിങ്ങളുടെ മുന്നിലില്ല. പകരം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മുടെ IT ഒക്കെ പ്രീവിയസ് ഇയർ ആണ് PS ചോദിച്ച് കാണുന്നത് എങ്കിൽ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതാണ് ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് നല്ലത്, ഉത്തമം എന്ന് പറയാം. ഓക്കെ അല്ലേ? അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രീവിയസ് ഇയർ ITയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്യാം. ഓക്കെ എങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാരെ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്റർനെറ്റിന്റെ പിതാവ് ആരാടാ? ഇന്റർനെറ്റിന്റെ പിതാവ് ഇതെല്ലാവർക്കും അറിയാം അല്ലേ? ആരാണ്? വിൻഡൻ സർഫ് ആണ്. ഇന്റർനെറ്റിന്റെ പിതാവ് ആരാണ് കൂട്ടുകാരെ? വിൻഡൻ സർഫ് ആണ്. എങ്കിൽ ഇന്റർനെറ്റിന്റെ ആദ്യകാല നാമം ഏതാണ് കൂട്ടുകാരെ? അർപ്പാനെറ്റ്. അർപ്പാനെറ്റ് എന്നാണ് ഇന്റർനെറ്റിന്റെ ആദ്യകാല നാമം, ആദ്യകാല രൂപം. ഓക്കെ അല്ലേ? ഇതെല്ലാവർക്കും അറിയില്ലേ? എങ്കിൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ നിലവിൽ വന്നത് എന്നാണ് കൂട്ടുകാരെ? ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അത് 1982 ഇന്റർനെറ്റ് പ്രോട്ടോകോൾ നിലവിൽ വന്നപ്പോഴാണ് 1982 ഇന്റർനെറ്റ് പ്രോട്ടോകോൾ നിലവിൽ വന്നത്. ഓക്കെ അല്ലേ? അപ്പം അതൊന്ന് ഓർത്തു വെക്കണേ. 1982 ഇന്റർനെറ്റ് പ്രോട്ടോകോൾ നിലവിലെങ്കിൽ വന്നത് എങ്കിൽ ഇന്ത്യയിൽ ഇന്റർനെറ്റ് സർവീസ് നിലവിൽ വന്നത് എപ്പോഴാണ്? അത് 1995 ഓഗസ്റ്റ് 15 ഇന്ത്യയിലെ ഇന്റർനെറ്റ് സർവീസ് നിലവിൽ വന്നത്. 1995 ഓഗസ്റ്റ് 15 ഇന്റർനെറ്റ് പ്രോട്ടോകോൾ നിലവിൽ വന്നത് എപ്പോഴാണ്? അത് 1982 1982 സെറ്റിലിടാം. സെറ്റല്ലേ? യെസ്. എങ്കിലും അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യയിൽ ആദ്യമായി ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കിയ സ്ഥാപനം ഏതാണ്? അത് VSNL ആണ്. എന്നാണ് വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ് എന്നാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കിയ സ്ഥാപനം വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ് അല്ലെങ്കിൽ VSNL ആണ്. ഓക്കെ അല്ലേ? VSNL. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? എങ്കിൽ എന്താണ്? ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നാണ്. ട്രായ് അല്ലേ? എന്താണ് ട്രായ് അല്ലെങ്കിൽ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരമുള്ള ഇന്ത്യയിലെ കുറഞ്ഞ ഇന്റർനെറ്റ് സ്പീഡ് എത്രയാണ്? 512 എന്നാണ് കിലോമീറ്റർ പെർ ബൈറ്റ്സ് ആണ്. എന്താണ് കിലോ ബൈറ്റ്സ് പെർ സെക്കൻഡ് എന്നാണ്. കിലോ ബൈറ്റ്സ് പെർ സെക്കൻഡ് എന്നാണ്. തെറ്റിപ്പോയി നോക്കണേ. 512 കിലോ ബൈറ്റ്സ് പെർ സെക്കൻഡ് എന്നാണ്. എന്താണ്? ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ട്രായുടെ നിർദ്ദേശപ്രകാരമുള്ള ഇന്ത്യയിലെ കുറഞ്ഞ ഇന്റർനെറ്റ് സ്പീഡാണ് 512 കിലോ ബൈറ്റ്സ് പെർ സെക്കൻഡ് എന്നത്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ലോകത്തെ ആദ്യത്തെ സോഷ്യൽ മീഡിയ വെബ്സൈറ്റായി കണക്കാക്കുന്നത് ഏതാണ്? അത് 6 ഡിഗ്രി ആണ്. ഏതാണ്? 6 ഡിഗ്രി. ഇതൊക്കെ ചോദിച്ചാണ്. ലോകത്തെ ആദ്യത്തെ സോഷ്യൽ മീഡിയ വെബ്സൈറ്റായി കണക്കാക്കുന്ന ഏതാണ്? അത് 6 ഡിഗ്രി ആണ്. 6 ഡിഗ്രി. ഓക്കെ അല്ലേ? അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യട്ടെ. ഓക്കെ അല്ലേ? അപ്പോൾ റിപ്പീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പലതവണ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത്. ഇത് റിപ്പീറ്റ് ചെയ്യുന്നതാണ് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന കൂട്ടുകാർ ഇത് കുറച്ച് സ്കിപ്പ് ചെയ്യുക അല്ലെങ്കിൽ സ്പീഡ് ആക്കുക. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും എന്താക്കുക, ഈ വീഡിയോ ലഭിക്കണം അല്ലെങ്കിൽ അവർക്ക് ഇതിൽ നിന്ന് ചോദിക്കുന്ന മാർക്ക് ലഭിക്കണം എന്ന് വിചാരിച്ചാണ് ഞാൻ പലതവണ ആവർത്തിച്ച് വായിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പം PS Tricks-ന്റെ ഈ വീഡിയോ അല്ലെങ്കിൽ PS Tricks എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. എന്താണ് റിപ്പീറ്റേഷൻ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ നന്നാണോ, അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ ഒഴിവാക്കണോ എന്നൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ അവതരണ ശൈലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ നിങ്ങൾക്ക് ഈ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ കമൻറ്റാണ് പിന്നീടുള്ള വീഡിയോസ് എനിക്ക് ചേഞ്ച് വരുത്താനുള്ള ഉപാധി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? എങ്കിൽ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇന്റർനെറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വിൻഡൻ സർഫും ഇന്റർനെറ്റിന്റെ ആദ്യ കാലരൂപം അർപ്പാനെറ്റുമാണെങ്കിൽ
ഇന്റർനെറ്റ് പ്രോട്ടോകോൾ നിലവിൽ വന്ന വർഷം എപ്പോഴാണ് കൂട്ടുകാരെ? 1982 ഇന്ത്യയിൽ ആ ഇന്റർനെറ്റ് സർവീസ് നിലവിൽ വന്നത് 1995 ഓഗസ്റ്റ് 15 ഓക്കെ. എങ്കിൽ ഇന്ത്യയിൽ ആദ്യമായി ഇന്റർനെറ്റ് കണക്ഷൻ ലഭ്യമാക്കിയ സ്ഥാപനം വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ് ആണ്. എന്താണ്? വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ് ആണ്, അതായത് VSNL. ഓക്കെ അല്ലേ? ഇനി ട്രായ് അല്ലെ, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിലെ കുറഞ്ഞ ഇന്റർനെറ്റ് സ്പീഡ് എന്താണ്? 512 കിലോ ബൈറ്റ്സ് പെർ സെക്കൻഡ് ആണ്. അപ്പോൾ എനിക്ക് നേരത്തെ കിലോ ബൈറ്റ്സ് പെർ സെക്കൻഡ് തെറ്റിപ്പോയിരുന്നു, അതൊന്നും ജസ്റ്റ് ഒന്ന് ഓർക്കണേ. ഞാൻ സ്പീഡ് പറയുമ്പോൾ എന്നാ തെറ്റിപ്പറ്റിപ്പോയിലൂടെ മനസ്സിലല്ലേ? യെസ്. അപ്പം 512 കിലോ ബൈറ്റ്സ് പെർ സെക്കൻഡ് ആണ്. ഓക്കെ. ഇനി എന്താണ് നെക്സ്റ്റ്? ലോകത്തെ ആദ്യത്തെ സോഷ്യൽ മീഡിയ വെബ്സൈറ്റായി കണക്കാക്കുന്നതാണ്. ലോകത്തെ ആദ്യത്തെ സോഷ്യൽ മീഡിയ വെബ്സൈറ്റായി കണക്കാക്കുന്നത് 6 ഡിഗ്രി ആണ്. 6 ഡിഗ്രി. ഇതൊക്കെ PSC ഓൾറെഡി ചോദിച്ച ചോദ്യമാണ്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകൾ ഉപയോഗിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം എത്രയാണ് കൂട്ടുകാരെ? അത് 13 വയസ്സാണ് എന്നാണ്. സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകൾ ഉപയോഗിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം 13 വയസ്സാണ്. 13 വയസ്സാണ്. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. എന്നാൽ പരീക്ഷാ ഹാളിൽ ഞങ്ങൾക്ക് എന്താണ് ഒരു കൺഫ്യൂഷൻ ഉളവാക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 18 വയസ്സാണോ എന്നൊക്കെ ഒരു ഡൗട്ട് നമ്മൾക്ക് വരാം. എങ്കിൽ സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകൾ ഉപയോഗിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം എത്രയാണ്? 13 വയസ്സാണ്. എത്രയാണ്? 13 വയസ്സ്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കമ്പ്യൂട്ടറിന്റെ കൃത്യമായ ലൊക്കേഷൻ അറിയാൻ സഹായിക്കുന്ന അഡ്രസ്സാണ് IP അഡ്രസ്സ്. എന്താണ് IP അഡ്രസ്സ്? കമ്പ്യൂട്ടറിന്റെ കൃത്യമായ ലൊക്കേഷൻ അറിയാൻ സഹായിക്കുന്ന അഡ്രസ്സിനെ IP അഡ്രസ് എന്ന് പറയുന്നു. എന്താണ്? IP അഡ്രസ്. ഓക്കെ അല്ലേ? ഈ IP-ന്റെ ഫുൾ ഫോം എന്താണ്? ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്നാണ്. എന്താണ്? ഇന്റർനെറ്റ് പ്രോട്ടോകോൾ, IP ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ഓക്കെ. എങ്കിൽ അടുത്തതാണ് ഇമെയിലിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് കൂട്ടുകാരെ? അതാരാണ്? റേ ടോംലിൻസൺ ആണല്ലേ. എന്നാണ് ഇമെയിലിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? റേ ടോംലിൻസൺ. ആരാണ് ഇമെയിലിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? റേ ടോംലിൻസൺ ആണെങ്കിൽ ഗൂഗിളിന്റെ ഇമെയിൽ സേവനമാണ് ജിമെയിൽ. എന്നാണ്? ഗൂഗിളിന്റെ ഇമെയിൽ സേവനം ഏതാണ്? ജിമെയിൽ ആണ് അല്ലേ. ഗൂഗിളിന്റെ ഇമെയിൽ സേവനം ജിമെയിലാണ്. എന്നുകൂടി ഞാൻ വായിക്കാം. സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകൾ ഉപയോഗിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം 13 വയസ്സും കമ്പ്യൂട്ടറിന്റെ കൃത്യമായ ലൊക്കേഷൻ അറിയാൻ സഹായിക്കുന്ന അഡ്രസ്സ് IP അഡ്രസ്സ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്സ് എന്ന് പറയുന്നു. ഇമെയിലിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റേ ടോംലിൻസൺ ആണ്. ഗൂഗിളിന്റെ ഇമെയിൽ സേവനമാണ് ജിമെയിൽ എന്നറിയപ്പെടുന്നത്. ഓക്കെ അല്ലേടാ? ഇനി മൈക്രോസോഫ്റ്റിന്റെ ഇമെയിൽ സേവനമാണ് outlook.com എന്നാണ്. outlook.com എന്നാണ് മൈക്രോസോഫ്റ്റിന്റെ ഇമെയിൽ സേവനത്തെ outlook.com എന്ന് പറയുന്നു. ഇനി എന്താണ്? ഹോട്ട്മെയിൽ അല്ലെ. ഹോട്ട്മെയിലിന്റെ അല്ലെങ്കിൽ outlook.com അല്ലെങ്കിൽ ഹോട്ട്മെയിൽ എന്ന് പറയുന്നു. ഈ ഹോട്ട്മെയിലിന്റെ സ്ഥാപകനായ ഇന്ത്യക്കാരനാരാണ്? അത് സമീർ ഭാട്ടിയ. ആരാണ്? സബീർ ഭാട്ടിയ. ഹോട്ട്മെയിലിന്റെ സ്ഥാപകനായ ഇന്ത്യക്കാരനാണ് സബീർ ഭാട്ടിയ. ഓക്കെ. എങ്കിൽ ഹിന്ദിയിൽ ജിമെയിൽ വിലാസം ലഭ്യമാക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? അത് രാജസ്ഥാനാണ്. എന്നാണ്. ഹിന്ദിയിൽ ഇമെയിൽ വിലാസം ലഭ്യമാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് കൂട്ടുകാരെ? അത് രാജസ്ഥാൻ. ഹിന്ദിയിൽ ഇമെയിൽ വിലാസം ലഭ്യമാക്കിയ ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണ്. എങ്കിൽ മന്ത്രിമാർക്കെല്ലാം സ്വന്തമായി വെബ്സൈറ്റ് ഉള്ള ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. എന്താണ്? മന്ത്രിമാർക്കെല്ലാം സ്വന്തമായി വെബ്സൈറ്റ് ഉള്ള ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? കേരളം. ഓക്കെ അല്ലേ? ഇനി PSC മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. വേൾഡ് വൈഡ് വെബ് അതായത് WWF ആരംഭിച്ച വർഷം ഏതാണ്? അത് 1989. വേൾഡ് വൈഡ് വെബ് ആരംഭിച്ച വർഷം എന്നാണ് കൂട്ടുകാരെ? അത് 1989. ഇതാണ് ചോദിച്ച ചോദ്യമാണ്. വേൾഡ് വൈഡ് വെബ് ആരംഭിച്ചത് 1980. എങ്കിൽ വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവ് ആരാണ്? അത് ടിം ബെർണേഴ്സ്ലി ആണ്. ആരാണ്? ഇതൊക്കെ ചോദിച്ചതാണ്. എന്താണ് വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവ്? ടിം ബെർണേഴ്സ്ലി. ആരാണ്? ടിം ബെർണേഴ്സ്ലി. ഓക്കെ അല്ലേടാ? ഇനി വെബ് പേജുകൾ നിർമ്മിക്കാൻ എന്താണ് കൂട്ടുകാരെ? എന്താണ് നോക്കണേ? എന്താണ്
വെബ് പേജുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷ ഏതാണ്? അത് HTML ആണ് എന്നാണ്. HTML വെബ് പേജുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷ ഏതാണ്? HTML. ഓക്കെ അല്ലേടാ? എങ്കിൽ ഈ HTML-ന്റെ പൂർണ്ണ രൂപം എന്താണ്? പൂർണ്ണ രൂപം ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. എന്താണ് HTML ഫുൾ ഫോം ചോദിക്കാം? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് ഇത് HTML-ന്റെ പൂർണ്ണ രൂപം. ഓക്കെ, ഈ HTML വികസിപ്പിച്ചത് ആരാടാ? അത് ടിം ബെർണേഴ്സ്ലി ആണ്. HTML വികസിപ്പിച്ച വ്യക്തി ആരാണ്? ടിം ബെർണേഴ്സ്ലി ആണ്. HTML-ന്റെ പൂർണ്ണ രൂപം എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. ഓക്കെ, ഇനി ഈ HTML ഫയൽ തയ്യാറാക്കാൻ സാധാരണ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് എഡിറ്റർ സോഫ്റ്റ്വെയർ ആണ് നോട്ട് പാഡ് എന്നാണ്. HTML ഫയൽ തയ്യാറാക്കാൻ സാധാരണ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് എഡിറ്റർ സോഫ്റ്റ്വെയർ ആണ് കൂട്ടുകാരെ ഏത്? നോട്ട് പാഡ്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഏത്? വിവിധ പേഴ്സണൽ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു നെറ്റ്വർക്കിലെ ഏറ്റവും പ്രധാന കമ്പ്യൂട്ടർ അറിയപ്പെടുന്നത് സെർവർ എന്നാണ്. വിവിധ പേഴ്സണൽ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു നെറ്റ്വർക്ക് ഏറ്റവും പ്രധാന കമ്പ്യൂട്ടർ അറിയപ്പെടുന്നതാണ്. അത് സെർവർ എന്നറിയപ്പെടുന്നു. എന്താണ് സെർവർ എന്ന് പറഞ്ഞാൽ? വിവിധ പേഴ്സണൽ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു നെറ്റ്വർക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പ്യൂട്ടർ അറിയപ്പെടുന്നത് സെർവർ എന്നാണ്. ഓക്കെ അല്ലേ? ഇനി ആവശ്യമായ വിവരങ്ങൾ വേൾഡ് വൈഡ് വെബിൽ നിന്ന് കണ്ടെത്താൻ സഹായിക്കുന്ന വെബ്സൈറ്റുകൾ അറിയപ്പെടുന്നത് സെർച്ച് എഞ്ചിനുകൾ എന്നാണ്. എന്താണ് ആവശ്യമായ വിവരങ്ങൾ? നമ്മൾക്ക് ആവശ്യമായ വിവരങ്ങൾ വേൾഡ് വൈഡ് വെബിൽ നിന്ന് കണ്ടെത്താൻ സഹായിക്കുന്ന വെബ്സൈറ്റുകളെ എന്നറിയപ്പെടുന്നുടാ. അത് സെർച്ച് എഞ്ചിനുകൾ എന്ന് പറയുന്നു. എന്താണ് സെർച്ച് എഞ്ചിനുകൾ? എങ്കിൽ ലോകത്തെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ഏതാണ്? അത് ആർച്ചിയാണ്. ലോകത്തെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ആർച്ചി. അതുപോലെ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സെർച്ച് എഞ്ചിൻ ഏതാണ്? അത് ഗുരുജിയാണ്. ഇത് തമ്മിൽ മാറിപ്പോകലെ പലതവണ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്ത്? ലോകത്തെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ആർച്ചിയും ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ഗുരുജിയുമാണ്. എങ്കിൽ സെർച്ച് എഞ്ചിനുകൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? അത് ഗൂഗിൾ, ബിങ് തുടങ്ങിയവ ഏത് സെർച്ച് എഞ്ചിൻ വിഭാഗത്തിന് ഉദാഹരണമാണ്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. എന്താണ് HTML? എന്താണ് HTML ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. HTML വികസിപ്പിച്ച വ്യക്തി ടിം ബെർണേഴ്സ്ലി. അതുപോലെ തന്നെ HTML തയ്യാറാക്കാൻ സാധാരണ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് എഡിറ്റർ ആണ് ഇത് നോട്ട് പാഡ്. ഇനി വിവിധ പേഴ്സണൽ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു നെറ്റ്വർക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പ്യൂട്ടർ അറിയപ്പെടുന്നത് സെർവർ എന്നാണ്. എങ്കിൽ ആവശ്യമുള്ള വിവരങ്ങൾ വേൾഡ് വൈഡ് വെബിൽ നിന്ന് കണ്ടെത്താൻ സഹായിക്കുന്ന വെബ്സൈറ്റുകൾ അറിയപ്പെടുന്നത് സെർച്ച് എഞ്ചിനുകളാണ്. ലോകത്തെ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ഏതാണ് കൂട്ടുകാരെ? അത് ആർച്ചി. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ആണ് ഇത് ഗുരുജി. എന്നതിൽ ഗൂഗിൾ, ബിങ് തുടങ്ങിയവ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? സെർച്ച് എഞ്ചിനുകൾക്കാണ് അല്ലെ? സെർച്ച് എഞ്ചിനുകൾക്ക് ഉദാഹരണമാണ്. എങ്കിൽ എന്താണ്? ഹിന്ദിയിൽ ഇമെയിൽ വിലാസം ലഭ്യമാക്കിയ ആദ്യ സംസ്ഥാനം രാജസ്ഥാനും. മന്ത്രിമാർക്കെല്ലാം സ്വന്തമായി വെബ്സൈറ്റിലുള്ള ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം കേരളം. വേൾഡ് വൈഡ് വെബ് ആരംഭിച്ച വർഷം 1989. വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവ് ടിം ബെർണേഴ്സ്ലി. വെബ് പേജ് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന ഭാഷ HTML. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഗൂഗിൾ സ്ഥാപിച്ചത് ആരൊക്കെ ചേർന്നാണ്? ഗൂഗിള്. അത് സെർജി ബ്രിനും ലാറി പേജ് എന്നിവർ ചേർന്നാണ് ഏത് സ്ഥാപിച്ചത്? ഗൂഗിൾ സ്ഥാപിച്ചത് ആരൊക്കെ ചേർന്നാണ്? സെർജി ബ്രിനും ലാറി പേജുമാണ്. എങ്കിൽ ഈ ഗൂഗിൾ നിലയിൽ വന്നത് എപ്പോഴാണ്? ഗൂഗിൾ നിലയിൽ വന്നത് അത് 1998 സെപ്റ്റംബർ 4. 1998 സെപ്റ്റംബർ 4 ഈ ഗൂഗിൾ നിലയിൽ വന്നത്. എങ്കിൽ ഗൂഗിളിന്റെ മാതൃ കമ്പനിയാണ് ഇത് ആൽഫാബെറ്റിംഗ്. എന്താണ്? ആൽഫാബെറ്റിംഗ്. ഗൂഗിളിന്റെ മാതൃ കമ്പനി ഏതാണ്? ആൽഫാബെറ്റിംഗ് ആണെങ്കിൽ യാഹൂ സെർച്ച് എഞ്ചിൻ ആണ്. യാഹൂ സെർച്ച് എഞ്ചിൻ വികസിപ്പിച്ചത് ആരാണ്? അത് ഡേവിഡ് ഹിഫിലോ, ജെറി യാങ് എന്നിവർ ചേർന്നാണ്. എന്താണ്? യാഹൂ സെർച്ച് എഞ്ചിൻ വികസിപ്പിച്ചത് ആരൊക്കെ ചേർന്നാണ്? ഡേവിഡ് ഹിലോ, ജെറി യാങ് എന്നാണ്. ഇനി എന്താണ്? ബിങ് എന്ന സെർച്ച്
സെർച്ച് എഞ്ചിൻ ഏത് കമ്പനിയുടേതാണ്? മൈക്രോസോഫ്റ്റ്. ബിങ് എന്ന സെർച്ച് എഞ്ചിൻ എന്നാണ്. ബിങ് എന്ന സെർച്ച് എഞ്ചിൻ ഏത് കമ്പനിയുടേതാണ്? മൈക്രോസോഫ്റ്റ് ആണ്. എങ്കിൽ എന്താണ് മൈക്രോസോഫ്റ്റിന്റെ വെബ് ബ്രൗസർ ഏതാണ്? അത് എഡ്ജ് ആണ്. മൈക്രോസോഫ്റ്റിന്റെ വെബ് ബ്രൗസർ ഏതാണ് കൂട്ടുകാരെ? അത് എഡ്ജ് ആണ്. മൈക്രോസോഫ്റ്റിന്റെ വെബ് ബ്രൗസർ ഏതാണ്? എഡ്ജ് ആണ്. എങ്കിൽ വെബ് പേജുകളിലെ കീവേഡുകളെ കണ്ടുപിടിക്കാൻ സെർച്ച് എഞ്ചിൻ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാമാണ് ഇത് സ്പൈഡർ എന്നാണ്. സ്പൈഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? വെബ് പേജുകളിലെ കീവേഡുകളെ കണ്ടുപിടിക്കാൻ സെർച്ച് എഞ്ചിൻ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാമാണ് സ്പൈഡർ. ഓക്കെ അല്ലേടാ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ, നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഓരോ കമ്പ്യൂട്ടറിനെയും പാലിക്കേണ്ട ചില നിയമങ്ങളും നിർദ്ദേശങ്ങളും അറിയപ്പെടുന്നത് പ്രോട്ടോകോൾ എന്നാണ്. ഓരോ കമ്പ്യൂട്ടർ പാലിക്കേണ്ട നിയമങ്ങളും നിർദ്ദേശങ്ങളും അറിയപ്പെടുന്നത് പ്രോട്ടോകോൾ ആണ്. എങ്കിലും ഫയൽ ട്രാൻസ്ഫറിന് വേണ്ടി നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതാണ്? അത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ അല്ലെങ്കിൽ FTP എന്നാണ്. കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ചു FTPയുടെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് FTP? ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ്. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. എങ്കിൽ എന്താണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ ഫയൽ ട്രാൻസ്ഫറിന് വേണ്ടി നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണ് ഏത്? ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. എങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് SMTPയുടെ ഫുൾ ഫോം? സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ്. സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. എങ്കിൽ എന്താണ് SMTP? ഇന്റർനെറ്റിലൂടെയുള്ള ഇമെയിൽ സംപ്രേഷണത്തിന് ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആയത് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. എന്താണ്? ഇന്റർനെറ്റിലൂടെയുള്ള ഇമെയിൽ സംപ്രേഷണത്തിന് ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണ് SMPT അല്ലെങ്കിൽ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? എങ്കിൽ നെറ്റ്വർക്കിൽ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ഏതാണ് കൂട്ടുകാരെ? അത് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ്. എന്താണ്? നെറ്റ്വർക്കിൽ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന പ്രോട്ടോകോൾ ആണ് ഇത് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? എങ്കിൽ .mil എന്ന ഡൊമൈൻ നെയിം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് മിലിറ്ററി എന്നാണ്. .mil എന്ന ഡൊമൈൻ നെയിം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മിലിറ്ററി. ഓക്കെ അല്ലേടാ? എങ്കിൽ .com എന്ന ഡൊമൈൻ നെയിം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊമേഴ്ഷ്യൽ ബിസിനസ്സിന് എന്നാണ്. കൊമേഴ്ഷ്യൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട ഡൊമൈൻ നെയിമാണ് ഇത് .com എന്നത്. .com. എങ്കിൽ .mil എന്നാണ് മിലിറ്ററി അല്ലേ? മിലിറ്ററി വെബ്സൈറ്റുമായി ബന്ധപ്പെട്ടാണ് .mil മിൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? എങ്കിൽ ടെലിഫോൺ ലൈനുകളോ മൊബൈൽ കണക്ടിവിറ്റിയോ ഇല്ലാത്ത വിദൂര പ്രദേശങ്ങളിൽ ഇന്റർനെറ്റ് കണക്ഷൻ സാധ്യമാക്കാൻ ഗൂഗിൾ നടത്തിയ പരീക്ഷണമാണ് ഇത് പ്രൊജക്റ്റ് ലൂൺ എന്ന് പറയുന്നത്. എന്താണ് പ്രൊജക്റ്റ് ലൂൺ എന്ന് പറഞ്ഞാൽ? ടെലിഫോൺ ലൈനുകളോ മൊബൈൽ കണക്ടിവിറ്റികളോ ഇല്ലാത്ത വിദൂര പ്രദേശങ്ങളിൽ എന്ത് ലഭ്യമാക്കാൻ? ഇന്റർനെറ്റ് കണക്ഷൻ സാധ്യമാക്കാൻ ഗൂഗിൾ നടത്തിയ പരീക്ഷണമാണ് കൂട്ടുകാരെ പ്രൊജക്റ്റ് ലൂൺ. ഓക്കെ അല്ലേ? പ്രൊജക്റ്റ് ലൂൺ. എന്താണ് പ്രൊജക്റ്റ് ലൂൺ എന്ന് പറഞ്ഞാൽ? ടെലിഫോൺ ലൈനുകളോ മൊബൈൽ കണക്ടിവിറ്റികളോ ഇല്ലാത്ത വിദൂര പ്രദേശങ്ങളിൽ ഇന്റർനെറ്റ് കണക്ഷൻ സാധ്യമാക്കാൻ ഗൂഗിൾ നടത്തിയ പരീക്ഷണമാണ് കൂട്ടുകാരെ പ്രൊജക്റ്റ് ലൂൺ. ഓക്കെ അല്ലേ? ഇനി GPS-ഉം മറ്റു സിഗ്നലുകളും ഉപയോഗിക്കാതെ മൊബൈലിന്റെ പൊസിഷൻ കണ്ടെത്താനായി ഗൂഗിൾ ആരംഭിച്ച സാങ്കേതിക വിദ്യയാണ് പ്രൊജക്റ്റ് ടാങ്കോ. എന്താണ് പ്രൊജക്റ്റ് ടാങ്കോ? GPS-ഓ മറ്റു സിഗ്നലുകളും ഉപയോഗിക്കാതെ മൊബൈലിന്റെ പൊസിഷൻ കണ്ടെത്താനായി ഗൂഗിൾ ആരംഭിച്ച സാങ്കേതിക വിദ്യയാണ് പ്രൊജക്റ്റ് ടാങ്കോ. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാണ്, ബ്ലോഗ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചാരാണ്? അത് പീറ്റർ മെർഹോൾഡ് എന്നാണ്. ബ്ലോഗ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചാരാണ്? അത് പീറ്റർ മെർഹോൾസ്. ബ്ലോഗ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? പീറ്റർ മെർഹോൾസ്. എങ്കിൽ URL ഈ അടുത്ത കാലം ചോദിച്ചാണ് URL എന്നതിന്റെ പൂർവ്വരൂപം. ഈ അടുത്ത കാലം ചോദിച്ചു, പലതവണ PSC ആവർത്തിച്ചാണ്. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ് URLന്റെ പൂർവ്വരൂപം. URL യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ.
റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ് URL എന്നതിൻ്റെ പൂർണ്ണരൂപം. എങ്കിൽ ഇന്ത്യയിൽ മുഴുവനായി മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി സാധ്യമായ വർഷം 2011. ഇന്ത്യയിൽ മുഴുവനായി മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി ലഭ്യമായ വർഷമാണ് ഇത് 2011. എങ്കിൽ വിവരാവകാശ അപേക്ഷ സമർപ്പിക്കുന്നത് ഓൺലൈനിലൂടെ നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര എന്നാണ് വിവരാവകാശ അപേക്ഷ സമർപ്പിക്കുന്നത് ഓൺലൈനിലൂടെ നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അതുപോലെ വിവരാവകാശം ഫോണിലൂടെ എന്താണ് ഓൺലൈനിലൂടെ അല്ല ഫോൺ വഴി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? അത് ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശ് അത് നോർത്ത് വെക്കണേ, ഉത്തർപ്രദേശ്. എങ്കിൽ ലോകത്തെ ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാണ്? അത് നെക്സസ് എന്താണ് ലോകത്തെ വെബ് ബ്രൗസർ ഏതാണ്? നെക്സസ്. ഓക്കെ അല്ലേ? വേൾഡ് വൈഡ് വെബ്. ഓക്കെ. എങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാണ് കൂട്ടുകാരെ? അത് എപ്പിക് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ വെബ് ബ്രൗസർ ഏതാണ് കൂട്ടുകാരെ? അത് എപ്പിക്. എങ്കിൽ ഏറ്റവും കൂടുതൽ പേർ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏതാണ്? അത് ഗൂഗിൾ ക്രോം ആണ്. എന്താണ് ഏറ്റവും കൂടുതൽ പേർ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏതാണ്? ഗൂഗിൾ ക്രോം. ഓക്കെ അല്ലേ? അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, സീ യു.